എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ ഒരു ചാനൽ ഇലക്ട്രോണിക്സും അതുപോലെ ഇലക്ട്രിക്കലൊക്കെ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള വീഡിയോസാണ് കൂടുതലായിട്ടും ചെയ്യുന്നത്. നമ്മുടെ മൂന്നാമത്തെ വീഡിയോ ആണ്, ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് തുടങ്ങുന്നത്. അതുപോലെ നമ്മുടെ ഈ ഒരു ചാനൽ വീഡിയോസിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതുപോലെ എന്ത് കാര്യങ്ങളാണെങ്കിലും വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ആദ്യമേ ചെയ്ത് കാണിക്കാൻ പോകുന്നത് ഈ കാണുന്നത് 1 സ്ക്വയർ 2 വയറാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വയർ ജോയിൻ ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ട് നമ്മൾ ഇൻസുലേഷൻ ടൈപ്പാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഇന്ന് നമ്മളുടെ ഇൻസുലേഷൻ ടൈപ്പ് അല്ല ഈ ഒരു വയർ ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് ഉപയോഗിക്കുന്നത് ഈ കാണുന്ന പോലത്തെ വയർ സ്ലീവാണ്. അപ്പോൾ ഇതുപോലുള്ള വയർ സ്ലീവ് ഉപയോഗിച്ച് ഇൻസുലേഷൻ ചെയ്യാൻ വളരെ സിമ്പിളാണ്. ഒരു ലാമ്പ് മാത്രം മതി. ഒരു നല്ല രീതിയിൽ ഉറപ്പുണ്ട്. നമ്മളിവിടെ 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഓരോ നീളം കൂടിയതും ഓരോ നീളം കുറഞ്ഞതായിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കട്ട് ചെയ്തെടുത്തേക്കുന്നത് 2 പീസ് വയർ സ്ലീവും നമ്മൾ 2 വയറിലേക്കായിട്ട് ഓരോ പീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വയർ സ്ലീവ് നമുക്ക് പല അളവിലുള്ളത് വാങ്ങാൻ കിട്ടും. ഇലക്ട്രോണിക്സിൻ്റെയൊക്കെ സ്പെയർ പാർട്സ് കിട്ടുന്ന ഷോപ്പിൽ ചോദിച്ചാൽ മതി. അപ്പോൾ നമുക്കിനി ഈ 2 വയറിൻ്റെയും എൻഡിലെ ഒരു കോട്ടിങ് കളയാം. അതുപോലെ നമ്മൾ വയർ സ്ലീവ് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന വയറിനേക്കാളും ഇരട്ടി സൈസുള്ള വയർ സ്ലീവ് ആയിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ നമുക്ക് ഈ 2 വയർ നമുക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ആദ്യമേ നമ്മളിങ്ങനെ ഈ കോപ്പർ കമ്പി പൂ പോലെ വിടർത്തുക. അത് കഴിഞ്ഞ് ഒരു സൈഡിൽ നിന്ന് വരുന്നതിൻ്റെ പകുതി ലെയർ മാത്രം എടുത്ത് അത് പതിയെ നല്ല രീതിയിൽ ടൈറ്റായിട്ട് ചുറ്റി കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ചുറ്റിയാൽ മതി. അപ്പോൾ ഈ കാണുന്ന പോലെ ജോയിൻറ്റ് ചെയ്യുവാണെങ്കിൽ വയർ നല്ല രീതിയിൽ തന്നെ ടൈറ്റായി നിന്നോളും. അതുപോലെ ജോയിൻറ്റ് ചെയ്യുന്ന ആ ഒരു ഭാഗം ഒരുപാട് ഓവറായിട്ട് തടിച്ച് നിൽക്കുകയില്ല. ഇനി മറ്റേ സൈഡും ഇതുപോലെ തന്നെ 2 ലെയറുകളാക്കി തിരിച്ച് ഇങ്ങനെ ചുറ്റിയെടുത്താൽ മതി. അങ്ങനെ വയർ നല്ല രീതിയിൽ നമ്മൾ ജോയിൻ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ നീളം കുറഞ്ഞ വയർ സ്ലീവ് നമ്മൾ കറക്റ്റ് സെൻറ്ററിൽ കൊണ്ടുവെക്കുക. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കി കൊടുത്താൽ മതി. അതിനായിട്ട് ലാമ്പ് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ലാമ്പ് ഉപയോഗിച്ച് ഇങ്ങനെ ചൂടാക്കുന്ന സമയത്ത് ഓവറായിട്ടൊന്നും പിടിക്കരുത്. പയ്യെ നമ്മളിങ്ങനെ കാണിച്ചു കൊടുത്താൽ അപ്പോൾ തന്നെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു വയർ സ്ലീവ് കറക്റ്റായിട്ട് ഒതുങ്ങി നല്ല ചുരുങ്ങി വരും. അപ്പോൾ കുറച്ച് തീ കൂട്ടിയിട്ടിട്ട് ഇതുപോലെ ചെയ്യുവാണെങ്കിൽ കറക്റ്റായിട്ട് റൗണ്ടായി വന്നോളും. അപ്പോൾ വളരെ സിമ്പിളാണ് ഇങ്ങനെ വയർ സ്ലീവ് ഇട്ട് നമുക്ക് ഇൻസ്റ്റലേഷൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് നമ്മൾ ഒരു നീളം കൂടിയൊരു പീസ് കൂടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു പീസും കൂടി ഇതിൻ്റെ മേളിലേക്ക് ഒന്നുകൂടി ഇട്ട് ഇതും കൂടി ഒന്ന് ഹീറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. കറണ്ടിലേക്ക് കണക്ട് ചെയ്യാനുള്ള വയറാണ് ഇങ്ങനെ ജോയിൻ ചെയ്ത് സ്ലീവ് ഇട്ട് എടുക്കുന്നതെങ്കിൽ 2 സ്ലീവിങ്ങിൽ ഇടുക ഈ കാണുന്ന രീതിയിൽ. അതുപോലെ ഇതിങ്ങനെ ലാമ്പ് ഉപയോഗിച്ച് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ഓവറായിട്ട് ഹീറ്റ് ആക്കാൻ നിൽക്കരുത്. അപ്പോൾ ഇനി നിങ്ങൾ വയർ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്തു. പിന്നെ ഫൈനൽ ഔട്ട് ഏകദേശം ഈ രീതിയിലിരിക്കും. നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയിട്ട്. ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്ത് കാണിക്കാൻ പോകുന്നത് ഈ കാണുന്ന ചെറിയ 3 വോൾട്ടിലൊക്കെ വർക്ക് ചെയ്യുന്ന LED ബൾബാണ്. അപ്പോൾ ഈ ഒരു LED ബൾബിന് നമുക്ക് വ്യത്യസ്തമായ വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. അതായത് ഈ ഒരു ബൾബ് വർക്ക് ചെയ്യാൻ ഏകദേശം 3 വോൾട്ടൊക്കെ മതിയാവും. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 3 വോൾട്ട് മുതൽ 20 വോൾട്ട് കൊടുത്താലും ഈ ഒരു ലൈറ്റ് കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാത്ത രീതിയിൽ കറക്റ്റായിട്ട് വർക്ക് ചെയ്യാൻ നമുക്ക് ഈ കാണുന്ന പോലത്തെ 1K റെസിസ്റ്റർ മാത്രം മതി. അപ്പോൾ ഈ ഒരു റെസിസ്റ്റർ LED ഏതെങ്കിലും ഒരു കാല് പോസിറ്റീവിലോ നെഗറ്റീവിലോ കണക്ട് ചെയ്താൽ മാത്രം മതി. വളരെ സിമ്പിളാണ് ഇതിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ റെസിസ്റ്റർ LED കണക്ട് ചെയ്യുന്നുണ്ട്. LED ഒരു കാലിലേക്ക് നമ്മളൊരു ബ്ലാക്ക് വയർ കണക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു വയർ നമ്മൾ റെസിസ്റ്ററിൻ്റെ എൻഡിലേക്കാണ് കണക്ട് ചെയ്തേക്കുന്നത്. റെസിസ്റ്ററിൻ്റെ മറ്റേ എൻഡ് നമ്മൾ LED പോസിറ്റീവിലേക്കാണ്. റെസിസ്റ്റർ LED പോസിറ്റീവിലോ നെഗറ്റീവിലോ എവിടെ വേണമെങ്കിൽ കണക്ട് ചെയ്താൽ കുഴപ്പമില്ല. അതുപോലെ നമ്മൾ ഈ ഒരു LEDക്ക് നമ്മൾ വയർ സ്ലീവ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ചെറിയ വയർ സ്ലീവാണ് നമ്മൾ ഇതിന് ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ LEDയിൽ ഈ രീതിയിൽ ഒരു 1K റെസിസ്റ്റർ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് 3 വോൾട്ട് മുതൽ 20 വോൾട്ട് വരെയുള്ള സപ്ലൈയിൽ കണക്ട് ചെയ്യാം. LEDക്ക് വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതുപോലെ നമുക്ക് ലാമ്പ് ഉപയോഗിച്ച് മാത്രമല്ല ഇതുള്ള ഹീറ്റ് ഗൺ ഉപയോഗിച്ചാണ് ശരിക്കും കറക്റ്റായിട്ടത് വയർ സ്ലീവ് ചൂടാക്കി വെക്കുന്നത്. നമ്മളിവിടെ ലാമ്പ് കുറച്ചും എളുപ്പത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ലാമ്പ് ഉപയോഗിച്ച് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എല്ലാ ഭാഗത്തും തീയൊന്നും ജസ്റ്റ് ഒന്ന് ചെല്ലുന്ന രീതിയിലൊന്ന് കാണിച്ചാൽ മതി. ഓവറായിട്ട് ലാമ്പ് കത്തിച്ച് പിടിക്കേണ്ട. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് പെട്ടെന്ന് തന്നെ ചേർന്നിരുന്നോളും. ഇൻസുലേഷൻ ടൈപ്പ് ചുറ്റുന്നതിനേക്കാളും ഒരുപാട് നല്ലതാണ് ഈ രീതിയിൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ ചെയ്തതിൻ്റെ ഫൈനൽ ഔട്ട് ഈ രീതിയിലാണ് നല്ല ഫിനിഷിംഗ് ആയിട്ടിരുന്നോളും. ഇങ്ങനെ ചെയ്തെടുക്കുവാണെങ്കിൽ നമുക്ക് വ്യത്യസ്തമായ വോൾട്ടുകളിൽ നമുക്ക് ഈ ഒരു സെയിം LED ഇതേ രീതിയിൽ തന്നെ നമുക്ക് നേരിട്ട് കൊടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല. കറക്റ്റായിട്ട് വർക്ക് ചെയ്തോളും. അപ്പോൾ ഞാനിവിടെ ആദ്യമേ കണക്ട് ചെയ്ത് കാണിക്കാൻ പോകുന്ന ഈ ഒരു 12 വോൾട്ടിൻ്റെ ബാറ്ററി പാക്കിലാണ്. അതുപോലെ ഈ കാണുന്ന ബാറ്ററി പാക്ക് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്താണ്. പഴയൊരു BSNL മോഡത്തിൻ്റെ കവറിൽ ലിഥിയം അയൺ ബാറ്ററി സെറ്റ് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു 12 വോൾട്ടിൽ നമ്മളിവിടെ കണക്ട് ചെയ്ത് കാണിക്കാം. അങ്ങനെ നമ്മൾ ലൈറ്റിലേക്ക് സപ്ലൈ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം നല്ല രീതിയിൽ തന്നെ ഈ LED വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുന്ന സമയത്ത് 12 വോൾട്ടിൽ ഇങ്ങനെയുള്ള ലൈറ്റുകളൊക്കെ LED ഇൻഡിക്കേറ്റർ പോലെയൊക്കെ ഉപയോഗിക്കാനാണെങ്കിൽ ഈ രീതി ചെയ്താൽ മതി. 1K റെസിസ്റ്റർ ഉപയോഗിക്കുക. അതുപോലെ നമ്മളിപ്പോൾ ഈ ഒരു ഇൻഡിക്കേറ്റർ ഇപ്പോൾ കണക്ട് ചെയ്തേക്കുന്നത് 12 വോൾട്ട് ബാറ്ററിയിലാണ്. ഇനി നമുക്കിവിടെ 3.7 വോൾട്ടിൻ്റെ ഈ ഒരു ബാറ്ററിയിലും കൂടി കണക്ട് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇതിലും നമുക്ക് ഈ ഒരു സെയിം സാധനം തന്നെ ഉപയോഗിക്കാം. അതിന് പ്രത്യേകിച്ച് റെസിസ്റ്റർ ഒന്നും മാറി വെക്കേണ്ട കാര്യമില്ല. നമ്മളിവിടെ ഉണ്ടാക്കിയ ആ പഴയ ലൈറ്റ് തന്നെയാണ് 1K റെസിസ്റ്റർ ഉപയോഗിച്ചേക്കുന്നത്. ഇത് തന്നെ നമുക്ക് ഈ ഒരു ബാറ്ററിയിലും കറക്റ്റായിട്ട് വർക്ക് ചെയ്ത് കിട്ടും. അതുപോലെ നമ്മുടെ ഈ ഒരു ചാനലിലെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ആദ്യമേ തുടങ്ങുള്ളൂ. പെട്ടെന്ന് തന്നെ വലിയ കാര്യങ്ങളിലേക്ക് കിടക്കില്ല. അപ്പം പഠിക്കുന്നവർക്കും കുറച്ചും കൂടി എളുപ്പമൊക്കെ ഉണ്ടാവും. ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ചെയ്ത് കാണിച്ചേക്കുന്നത് വളരെ ചെറിയൊരു കാര്യമാണ്. ഇതറിയില്ലാത്തവരും ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അവർക്കെല്ലാം ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്നും ആദ്യമേ തുടങ്ങുന്നത്. ഇനി അടുത്തായിട്ട് നമ്മളിവിടെ ചെയ്ത് കാണിക്കാൻ പോകുന്നത് ഇങ്ങനെയുള്ള മോട്ടറൊക്കെ ഉപയോഗിച്ച് നമ്മൾ ചെറിയ ഫാൻ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഫാൻ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു മോട്ടർ വേഗം തന്നെ കംപ്ലൈൻ്റ് ആയി പോകും.
അതുപോലെ നമ്മളിങ്ങനെ ബാറ്ററി കണക്ട് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ സ്പാർക്കും കാര്യങ്ങളൊക്കെ വരും ഈ ഒരു മോട്ടറിൽ നിന്നും. അപ്പോൾ അങ്ങനെ സ്പാർക്കൊക്കെ വരുന്നതുകൊണ്ട് തന്നെ മോട്ടറും അതുപോലെ ബാറ്ററിയും വേഗം കംപ്ലൈൻറ്റ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ മിനി മോട്ടറിൽ ഇങ്ങനെ സപ്ലൈ കണക്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു സ്പാർക്ക് നമുക്ക് രണ്ട് രീതിയിൽ മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള മോട്ടർ വർക്ക് ചെയ്യുന്ന സമയത്ത് EMF അല്ലെങ്കിൽ റിവേഴ്സ് സോൾട്ട് എന്നൊക്കെ അത് പ്രൊഡ്യൂസ് ആകുന്നതുകൊണ്ടാണ് മോട്ടർ അല്ലെങ്കിൽ ബാറ്ററിക്ക് വേഗം കംപ്ലൈൻറ്റ് ആകുന്നത്. കൂടുതലായിട്ടും ലിഥിയം ബാറ്ററിയാണ് അങ്ങനെ റിവേഴ്സ് സോൾട്ട് വരുന്ന സമയത്ത് കംപ്ലൈൻറ്റ് ആവുന്നത്. അതിലെ മോട്ടറും വേഗം തന്നെ കംപ്ലൈൻ്റ് ആവും. നമുക്ക് ആ ഒരു പ്രശ്നം നമുക്ക് സിമ്പിളായിട്ട് തന്നെ പരിഹരിക്കാം. മിനി മോട്ടറിൻ്റെ രണ്ട് ലെഗിലും ഈ കാണുന്ന രീതിയിൽ ക്രോസ് ആയിട്ട് ഒരു ഡയോഡ് ഇട്ടാൽ മതി. 1 ആംപിയറിന് ഡയോഡൊക്കെ മതിയാവും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മിനി മോട്ടർ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഡയോഡ് ഒരെണ്ണം ക്രോസ് ഇട്ടെന്ന് കൊടുത്ത് നോക്കുക. ഇങ്ങനെ ഡയോഡ് ഒരെണ്ണം ക്രോസ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് മാത്രമാണ് കറക്കാൻ സാധിക്കുകയുള്ളൂ. അതായത് ഇപ്പം ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഫാനൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഈ രീതി ചെയ്തെടുക്കാൻ ഉപകാരം. ഈ കാണുന്ന രീതിയിൽ നമുക്ക് ഡയോഡ് ഇടുന്ന സമയത്ത് നമുക്ക് മോട്ടർ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും കറങ്ങുന്ന രീതിയിൽ സെറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഏതെങ്കിലും ഒരു സൈഡിലേക്ക് മാത്രം വർക്ക് ചെയ്യുന്ന രീതിയിൽ. അതുപോലെ ഇതേ രീതിയിൽ നമ്മൾ ഡയോഡ് മോട്ടറിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് ഡയോഡിൻ്റെ ഒരു സൈഡിലെ കാലിൽ വെളുത്ത ഒരു മാർക്കിംഗ് കാണും. അപ്പോൾ ആ ഒരു സൈഡിലെ കാലിൽ മാത്രമാണ് പോസിറ്റീവ് കണക്ട് ചെയ്യാവുള്ളൂ. തിരിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡയോഡ് തന്നെ കത്തിപ്പോകും. ഇതുപോലെ ചെയ്യുവാണെങ്കിൽ മോട്ടർ വർക്ക് ചെയ്യുന്ന സമയത്തുള്ള സ്പാർക്കിങ് കാര്യങ്ങളെല്ലാം ഒഴിവാകും. അതുപോലെ ബാറ്ററിക്കും മോട്ടറിനും നല്ല ലൈഫും കൂടുതൽ കിട്ടും. അപ്പോൾ നിങ്ങളുടെ ഈ മോട്ടർ ഉണ്ടെങ്കിൽ ഇതേ രീതിയിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അതുപോലെ നമുക്ക് ഇതേ രീതിയിൽ തന്നെ സെറാമിക് കപ്പാസിറ്റർ ഉപയോഗിക്കാം. സെറാമിക് കപ്പാസിറ്ററാണ് നമ്മൾ ഇതേ രീതിയിൽ കൊടുക്കുന്നതെങ്കിൽ നമുക്ക് മോട്ടറിലേക്ക് പവർ സപ്ലൈ കണക്ട് ചെയ്യുന്ന സമയത്ത് പോസിറ്റീവ് നെഗറ്റീവ് തിരിഞ്ഞു പോയാലും കുഴപ്പമില്ല. ഡയോഡ് ആണെങ്കിൽ മാത്രം ഡയോഡിൻ്റെ വരെയുള്ള ഭാഗത്ത് മാത്രം പോസിറ്റീവ് കണക്ട് ചെയ്യുക, മറു സൈഡിൽ നെഗറ്റീവ് കണക്ട് ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.